അല്ല, ക്രിക്കറ്റ് കാണാൻ പോയിട്ടുണ്ടല്ലോ, ഒരു ചെറുതല്ല, കുറച്ച് വലിയ സംഭവം തന്നെയാണ്. അതിപ്പോൾ ന്യൂസിലായാലും യൂട്യൂബിലായാലും മറ്റു കാര്യങ്ങൾ കേട്ടപ്പോൾ എനിക്കത് ഷെയർ ചെയ്യണമെന്ന് തോന്നി. ഞങ്ങളുടെ കൺമുന്നിൽ വെച്ച് നടന്ന സംഭവമായിരുന്നു. നോർമൽ 1 ലിറ്റർ വെള്ളത്തിന് നിങ്ങൾക്കറിയാം, ഒന്നുകിൽ 20 റുപ്പീസ് അല്ലെങ്കിൽ 14, ഇത്രയാണ് മാക്സിമം പോയാൽ 20, അത്രയും തന്നെ വാങ്ങത്തുള്ളൂ. പക്ഷേ അവിടെ ഇത്രയും ആൾക്കാർ വരുമ്പോൾ വെള്ളത്തിന് ക്ഷാമം വരും. ശരി, അവർ ടിക്കറ്റ് എടുത്ത്, അതായത് ക്രിക്കറ്റ് അസോസിയേഷൻ ടിക്കറ്റ് എടുത്ത് ആൾക്കാരെ ക്ഷണിക്കുമ്പോൾ അവർക്ക് വെള്ളം കിട്ടുന്നുണ്ടോ, അവരുടെ കാര്യങ്ങൾ എങ്ങനെയാണ് പ്രോപ്പർ വേയിൽ പോകുന്നുണ്ടോ എന്ന് നോക്കേണ്ട ഉത്തരവാദിത്വം അവർക്കുണ്ട്. ഒരു ടിക്കറ്റും തന്ന് സീറ്റും തന്നാൽ അവിടെ എല്ലാം കറക്റ്റ് ആയിട്ടില്ല. അതുപോലെ തന്നെ വെള്ളത്തിന് ക്ഷാമമുണ്ട്, നോർമൽ വെള്ളം കിട്ടാനില്ല. അതുകൊണ്ട് തന്നെ വെള്ളത്തിന് 200 രൂപ ഈ ചാർജ് ഈടാക്കുന്നുണ്ട്. ഇതെന്താ, സ്വർണ്ണമാണോ നമ്മൾ വാങ്ങുന്നത്? സ്വർണ്ണത്തിനുണ്ട്, റേറ്റ് ഇല്ല എന്നല്ല, പക്ഷേ ഇത്രയും കാശ് കൊടുത്ത് ടിക്കറ്റ് എടുത്ത് പോകുമ്പോൾ ഫ്രീ ആയിട്ട് വെള്ളം തരാം. പക്ഷേ ഇത്രയും ആൾക്കാരുണ്ട്, അത് അവർക്ക് പറ്റുന്നില്ല. എന്നാൽ മിനിമം റേറ്റിൽ മിനിമം വിലയ്ക്കനുസരിച്ച് വെള്ളം കൊടുക്കാനുള്ള ഉത്തരവാദിത്വം അവർക്കുണ്ട്. അത് അസോസിയേഷൻകാർ അവിടെ അറിയിക്കേണ്ട കാര്യം. അവിടെ ആരൊക്കെയാണ് ഇന്ന രീതിയിൽ, അത് ഫുഡായാലും മറ്റു കാര്യങ്ങൾ കൊടുക്കുന്ന ആൾക്കാരോട് പറഞ്ഞു മനസ്സിലാക്കേണ്ട ഉത്തരവാദിത്വം അവർക്കുണ്ടായിരുന്നു. അത് അവർ ചെയ്തിട്ടില്ല. അത് പല രീതിയിലുള്ള ബുദ്ധിമുട്ടും പലർക്കും അവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഞങ്ങൾ ഇന്നതിൻ്റെ ഫ്രണ്ടിൽ തന്നെയാണ് ആൾ പോലീസുകാരുടെ അടുത്ത് പോയി കംപ്ലയിൻറ്റ് പറയുന്നത് ഞങ്ങൾ കേട്ടത്. ഇതുപോലത്തെ കാര്യങ്ങൾ ഇനി ഭാവിയിലെങ്കിലും ഒന്ന് നോക്കിയാൽ മാത്രമേ ആ ഒരു ബുദ്ധിമുട്ട് മറ്റുള്ളവർക്ക് ഉണ്ടാക്കാതിരിക്കുകയുള്ളൂ. ഈടാക്കിക്കോളൂ കാശ്, പക്ഷെ അമിതമായ രീതിയിൽ സാധാരണക്കാരെ ചൂഷണം ചെയ്ത് കാശ് വാങ്ങുന്ന രീതി തെറ്റായ രീതി എന്നേ പറയത്തുള്ളൂ. ഇതൊന്ന് മറ്റുള്ളവർ, പല കളിക്കാരും, അതായത് ക്രിക്കറ്റ് മാത്രമല്ല, ഫുട്ബോളായാലും ക്രിക്കറ്റ് ഏത് കളിക്കാരായാലും ഏത് കളി വെച്ചാലും കാണികൾ ക്ഷണിക്കുമ്പോൾ ആ കാര്യങ്ങൾ നോക്കേണ്ട ഉത്തരവാദിത്വം അവർക്കുണ്ട് കേട്ടോ. അതൊന്ന് മനസ്സിലാക്കിക്കുക.